കാസർകോട് മധുവാഹിനി പുഴയ്ക്ക് കുറുകെ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച അണക്കെട്ട് ഫലപ്രദമല്ലെന്ന പരാതി ശക്തമാകുന്നു. പേരാലിലെ 30 ഏക്കറോളം നെൽപ്പാടമാണ് ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് കൃഷിയിറക്കാനാവാതെ തരിശിട്ടിരിക്കുന്നത്. അണക്കെട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുമ്പള മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മധുവാഹിനി പുഴയ്ക്കു കുറുകെയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് കോട്ടക്കുഞ്ചെ അണക്കെട്ട് നിർമ്മിച്ചത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 2019-2020 സാമ്പത്തിക വർഷത്തിലായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. 2,34,70,000 രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. 2022 പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനവും ചെയ്തു. ഈ അണക്കെട്ടിന് 100 മീറ്റർ മാറി കാലഹരണപ്പെട്ട പഴയ അണക്കെട്ട് പൊളിച്ചുമാറ്റിയാണ് 2.5 കോടിയോളം ചിലവഴിച്ച് നിലവിലെ അണക്കെട്ട് നിർമ്മിച്ചത്. അണക്കെട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ അണക്കെട്ട് കുറേ അപ്പുറമായി ഉണ്ടാക്കിയത് അത് ഒരു 100 മീറ്റർ 150 മീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് അണക്കെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപാട് ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഉപകാരമായിരുന്നു. ഇപ്പോൾ ആ അണക്കെട്ട് അപ്പുറം വന്നതുകൊണ്ട് ഒരു 50 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. അതിലേക്ക് കംപ്ലീറ്റ് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷിയെല്ലാം നശിച്ചു പോകുന്നുണ്ട്. ആ അണക്കെട്ട് ഒരു ഉപയോഗപ്രദമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമായിട്ടും പേരാൽ വയലിലെ 30 ഏക്കറോളം നെൽപ്പാടം ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് കൃഷിയിറക്കാനാകാതെ തരിശിട്ട് കിടക്കുകയാണ്. ഉപ്പുവെള്ളം കയറുന്നതിന്റെ തോത് ഒട്ടും കുറഞ്ഞില്ലെന്ന് പേരാൽ പ്രദേശത്തെ കർഷകർ തന്നെ പറയുന്നു. കണ്ടം പകുതി എല്ലാം ഉപ്പ് വെള്ളത്തിൽ ബാക്കി ഒരു 2-3 അക്കരെ ബാക്കി ഇപ്പോൾ ജനുവരി ആകുമ്പോൾ ഉപ്പ് വെള്ളം കയറുന്നുണ്ട്. അതിന് സംവിധാനം വേണം. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തില്ല. കൊടുക്കാൻ എല്ലാവരും വേണ്ടേ കൊടുക്കാൻ. ഇപ്പോൾ കൃഷിയാക്കിയ ആളെല്ലാം വേണ്ടേ. ഈ അണക്കെട്ട് എവിടെയായിരുന്നു വേണ്ടത്? അണക്കെട്ട് താഴെ വേണ്ടത്. ഇപ്പോൾ നിലവിലുണ്ടാക്കിയ അണക്കെട്ട് പ്രയോജനമല്ല. ഇല്ല, ഉപ്പ് വെള്ളം കയറുന്നില്ലേ. മുമ്പ് വർഷത്തിൽ 3 വിളകളും ചെയ്തിരുന്നിടത്ത് 1-ാം വിള പോലും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ഉപ്പുവെള്ള ഭീഷണി സമീപത്തെ മറ്റു കൃഷികളെയും സാരമായി ബാധിക്കുകയാണ്. ഒരു കാലത്ത് കുമ്പള പഞ്ചായത്തിലെ പ്രധാന നെല്ലറയായിരുന്നു പേരാൽ വയൽ. ഉപ്പുവെള്ളം കടുത്ത ഭീഷണിയായതോടെ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. കൂടാതെ പന്നിശല്യവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇവിടെ 50 ഏക്കറോളം സ്ഥലമുണ്ട് കൃഷിൻ്റെത്. ഒരു ഇതുമില്ല. ഈ അണക്കെട്ടുണ്ടായിട്ട് ഉള്ള ഉപ്പുവെള്ളം കയറിയിട്ട് മുങ്ങിപ്പോകുന്നുണ്ട്. കൃഷിയാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ പാടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.